സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കർത്താവിൻ്റെ കൃപയും ശക്തിയും സ്വീകരിക്കുകയാണ്. സഹനങ്ങളിലൂടെയുള്ള വിശദീകരണം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിൽ നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. അവൻ്റെ സഹനങ്ങളിൽ നാം സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ തന്നെ അവിടുന്ന് നൽകുന്ന സമാശ്വാസത്തിലും നാം സമൃദ്ധമായിട്ട് പങ്കുചേരും. സഹനങ്ങൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും കർത്താവിനോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന് സഹിക്കുവാൻ തയ്യാറാവുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട്, കൃപയായിട്ട്, അഭിഷേകമായിട്ട് മാറുന്നുണ്ട്. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമ്മൾ പങ്കുകാരാകുന്നതിൽ നമുക്ക് ആഹ്ലാദിക്കാം. സഹനത്തിൻ്റെ അപ്പുറത്ത് ഒരു അനുഗ്രഹമുണ്ട്. ഒരു രാത്രിയുണ്ടെങ്കിൽ ഒരു പകലുണ്ട്.